ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റ് സ്റ്റോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ഓർക്കിഡ് വെറൈറ്റീസിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഗ്രൗണ്ട് ഓർക്കിഡ് ഒക്കെ പോലെയുള്ള ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തന്നെ വെറൈറ്റിയിൽ പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. നൺസ് ഓർക്കിഡ് എന്നാണ് ഇത് മെയിനായിട്ടും അറിയപ്പെടുന്നത്. എന്നാലും ഇതിന് വേറെയും ഒരുപാട് പേരുകൾ സ്വന്തമായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. സയൻറ്റിഫിക്കലി ഈ പ്ലാന്റിൻ്റെ നെയിം വരുന്നത് ഫൈസ് ടാങ്കർവില്ല എന്നാണ്. അതുകൂടാതെ ഫൈസ് ആസ്ട്രേലിയാസ്, ഗ്രേറ്റർ സാംബോർക്കിഡ്, സാംബ് ലില്ലി തുടങ്ങിയ പേരുകളിലൊക്കെ ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചെടിക്ക് ഒരുപാട് വേറെയും പേരുകളുണ്ട്. വളരെ കെയർലെസ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും ഭംഗിയുള്ള ഓർക്കിഡിൽ വരുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് ഈ നൺസ് ഓർക്കിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ പുറം ഭാഗം വരുന്നത് നല്ല വൈറ്റ് കളറിലാണ്, ഉൾഭാഗത്ത് നല്ല തവിട്ട് നിറത്തിലും ഫ്ലവറിൻ്റെ ഈ ട്യൂബുലർ പോലെ കാണുന്നിടത്ത് വൈറ്റും പിങ്കും ഷെയ്ഡ് വരുന്ന കുറഞ്ഞതൊരു 20-25ഓളം പൂക്കൾ ഉണ്ടാകുന്ന വലിയ പൂക്കുലകൾ പോലുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ നൺ ഓർക്കിഡ് എന്ന് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് പോലെ തന്നെ തോന്നും കേട്ടോ. പക്ഷേ ഇതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ ലീഫ് കുറച്ചും കൂടി വലുതായിരിക്കും. ഒരു വർഷത്തിൽ 2-3 തവണ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. പൂക്കൾ ഉണ്ടാവുക മാത്രമല്ല, 1.5-2 മാസത്തോളം ഈ പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയൊരു സ്മെല്ലോട് കൂടിയുള്ള ഒരു ഫ്ലവറാണ് ഇതിൻ്റേത്. ഗ്രൗണ്ട് ഓർക്കിഡിനെ വെച്ച് നോക്കുമ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഫ്ലവറിന് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡൊക്കെ സെയിം ആണ്, ഗ്രൗണ്ട് ഓർക്കിഡ് പോലെ തന്നെയാണ്. ഈ പ്ലാന്റിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കിഴങ്ങ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്തോടു കൂടിയാണ് നമ്മളിതിനെ വേറൊരു തൈയായിട്ട് മാറ്റുന്നത്. പോട്ടി മിക്സ് ഒക്കെ സെയിം സാധാരണ മതി. നോർമൽ ആയിട്ടുള്ള പോട്ടി മിക്സ്, അതായത് നീർവാഴ്ചയുള്ള പോട്ടി മിക്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. വെള്ളം കെട്ടിക്കിടക്കുന്നൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് വലിയ പ്രശ്നമുള്ള കാര്യമല്ല, എന്നാലും കരിഞ്ഞു പോകുന്ന രീതിയിലുള്ള സൺലൈറ്റൊക്കെ ഇതിന് കൊടുക്കാണ്ടിരിക്കുക. പോട്ടി മിക്സ് കോക്കോപീറ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ള, അതേപോലെ സാൻഡ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് നല്ലതായിരിക്കും. പിന്നെ പോട്ടി മിക്സ് റെഡിയാകുമ്പോൾ ഒരു കാര്യം വിട്ടുപോയി, ഏത് വളമാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ചാണകപ്പൊടി ആണെങ്കിലും നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക. അത് അടിവളമായിട്ട് യൂസ് ചെയ്യുക. അതിൻ്റെ മേൽഭാഗത്ത് അടുത്ത ലെയറായിട്ട് സോയിലും സാൻഡും കൂടി യൂസ് ചെയ്തിട്ടുള്ള മിക്സ് ആണെങ്കിൽ ഇതിന് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ കോക്കോപീറ്റും കൂടി ഇത് ചെറുതായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ ഒന്ന് തടയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നട്ട ഉടനെ തന്നെ നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കാണ്ടിരിക്കുക. 1 മാസത്തോളം നല്ല തണൽ കിട്ടുന്ന പ്ലേസിൽ വെച്ചതിന് ശേഷം തൈ ഒന്ന് ഹെൽത്തി ആയിട്ട് വരുമ്പോൾ മാത്രം നമ്മൾ വെയിലുള്ള സ്ഥലങ്ങളിലേക്ക് വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ് നാശമായി പോവും. അപ്പോൾ ഇങ്ങനെയൊക്കെ. പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. സോയിൽ ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല വെയിലുള്ള സമയത്ത് മാത്രം 1-2 വട്ടം നനച്ച് കൊടുക്കുക. ഒരു തവണ ആണെങ്കിൽ പോലും നമ്മുടെ നൺ ഓർക്കിഡ് ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ഫ്ലവറിങ്ങും തരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഈ പ്ലാന്റിനെ നല്ല മിടുക്കിക്കുട്ടിയായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്കിപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആണ് സെല്ലിങ്ങിന്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇതിനാകെ വരുന്നത് 199 രൂപയാണ് കേട്ടോ. ഈ ഒരു റേറ്റിലൊന്നും നമുക്ക് എവിടെയും ഇത് കിട്ടത്തില്ല. കാരണം നല്ല ബിഗ് സൈസിൽ പ്ലാന്റ് ആണ് ഇത് വരുന്നത്. 199 രൂപയാണ്. അപ്പോൾ വേണ്ടവരൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ്.